സമയത്ത് ഈ സമയത്ത് എന്താണ് അവർ പുതിയ നയിച്ചു? വളരെ സന്തോഷമുണ്ട്. മീഡിയകൾ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ എന്നെ ഒരുപാട് പോസ്റ്റ്മോർട്ടം ചെയ്തു. ആ ഒരുപാട് പോസ്റ്റ്മോർട്ടം നടത്തി എന്നെ ഒരുപാട് നിഷ്കളങ്കനായ എന്നെ അവസരം കിട്ടുമ്പോൾ എല്ലാം തന്നെ കുത്തുനോക്കുകയും ഒക്കെ നിങ്ങളുടെ പല മാന്യന്മാരൊക്കെ ചെയ്യുന്നുണ്ട്, ഉള്ള പലരുമുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ട് പോലും സമുദായവും സമൂഹവും എന്നെ ഒറ്റക്കെട്ടായി അവര് എന്നെ ഹൃദയത്തിലെത്തി എന്നെ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ 30 കൊല്ലം SNDP-യും SNDS-ഉം അരിച്ചു നയിക്കാൻ സാധിച്ചത് ജനങ്ങളിൽ എന്നുള്ള വിശ്വാസം. ഇതുമുള്ള നേതാക്കന്മാർ പ്രസംഗമാണ് ആളുകൾ കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഞാനൊരു പ്രാസംഗികനല്ല, ഞാനൊരു സംഘാടകനായിട്ട് നിന്ന് സമൂഹത്തിലും സമുദായത്തിലും പ്രത്യേകിച്ച് ആവശ്യതകളും ആവശ്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് സമുദായത്തിന് അർഹതപ്പെട്ട സാമൂഹിക നീതി നേടുന്നതിന് വേണ്ടി മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുകയും ആ പറയുന്നതിൽ കാര്യങ്ങൾ ഉണ്ടെന്ന് ബോധ്യമായ ഇവിടുത്തെ ഞങ്ങളുടെ സമുദായ സ്നേഹികൾ എന്നോടൊപ്പം അണിചേരുകയും ചെയ്തപ്പോൾ ഒരു പ്രതിപക്ഷമില്ലാത്ത ഒരു ഭരണം നടത്തുവാൻ അഹമികയായി കേരളത്തിലും കേരളത്തിന് വെളിയിലുള്ള സമുദായ അംഗങ്ങൾ ഒരേ മനസ്സോടുകൂടി എനിക്ക് പിൻബലം നൽകി. പക്ഷേ എന്നും ചില ദുഷ്ടശക്തികളും അതോടൊപ്പം തന്നെ സ്ഥാനമോഹങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ചില സമ്പന്നന്മാരും ഇതിന് പുറകിൽ നിന്നുകൊണ്ട് സാനു മാഷിനെ കൊണ്ടുള്ള നിഷ്കളങ്കരായ ചില സാഹിത്യകാരന്മാരെ മുൻനിർത്തിക്കൊണ്ട് SNDP യോഗത്തെ റിസീവറിലാക്കാനും തകർക്കാനും തളർത്താനും നശിപ്പിക്കുവാനും ചില കേസുകൾ നടത്തുന്ന അവസ്ഥ ഇന്ന് നിലനിൽപ്പുണ്ട്. ചില പലിശ രാജാക്കന്മാരും അതിന്റെ പുറകിൽ നിന്ന് ഒരുപാട് കളി കളിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഈ പലിശ രാജാക്കന്മാർ SNDP യോഗത്തെ പിരിച്ചുവിട്ട് ലിക്വിഡേറ്റ് ചെയ്ത് ഇണമെന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയില് കമ്പനി ലാബോറട്ടറിയിൽ 5 കൊല്ലം കേസ് പറഞ്ഞ പോലും അവിടെ എല്ലാം വിജയിച്ചുകൊണ്ട് തന്നെയാണ് SNDP യോഗം പോകുന്നത്. അങ്ങനെ പ്രസിഡന്റുകൾ കുറെ ഉണ്ടെങ്കിൽ പോലും ഭരണം ഭംഗിയായി നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ കേസുകൾ നിരന്തരമായി നിൽക്കുന്നതുകൊണ്ട് കാലാകാലങ്ങളിൽ നടത്തേണ്ട വാർഷിക പൊതുയോഗങ്ങളും പൊതുയോഗങ്ങളും ബഡ്ജറ്റ് സമ്മേളനങ്ങളും നടത്തിക്കൊണ്ട് ഒരു ചിട്ടയായി ഭരണം മുമ്പോട്ട് പോകുവാനുള്ള അവസരങ്ങൾ പലപ്പോഴും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ ദുഷ്ടശക്തികൾ എന്നുള്ളതാണ് വർത്തമാനകാലത്തുള്ള ഏക ദുഃഖകരമായ ഒന്ന്. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ജനം ഒന്നായി നിൽക്കുന്നത് കൊണ്ടാണ്. എറണാകുളത്ത് നിന്ന് നടക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ ചീത്ത പറഞ്ഞ ആളുകളുടെ നാടാണ്, എതിർത്ത ആളുകളാണ് ഈ കടയന്നൂർ യൂണിയൻ. ആ എതിർത്തവരെല്ലാം ഇന്ന് ഒരേ മനസ്സോടുകൂടി എന്നെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് സന്തോഷമുള്ളു. ചീത്ത പറഞ്ഞോട് വിരോധവുമില്ല. ഞാൻ ആരും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. തെറ്റുകളിൽ ചെയ്തവരാരുണ്ടോ അവരെല്ലാം തെറ്റ് തിരുത്തിക്കൊണ്ട് മുഖ്യധാരയിലേക്ക് വരുവാൻ എല്ലാവരോടും എപ്പോഴും സ്വാഗതം ചെയ്യുകയാണ് ഞാൻ. അങ്ങനെ സ്വാഗതം ചെയ്തുകൊണ്ട് പോയവരെത്രയോ പേരെ ഉൾക്കൊണ്ടു, ഇന്ന് ഉൾക്കൊള്ളും, നാളെ ഉൾക്കൊണ്ടുകൊണ്ടേയിരിക്കുന്നു. ഒന്നൊന്നേ പറയാനുള്ളൂ, SNDP യോഗത്തെ തകർക്കാനും തളർത്താനും ശ്രമിച്ച ഒരു ശക്തികൾക്കും ഇവിടെ വളരാൻ സാധിച്ചിട്ടില്ല. വളർത്താൻ ശ്രമിച്ച ശക്തികൾ പോലും സ്വയം നശിച്ച ചരിത്രമേയുള്ളൂ. അതുകൊണ്ട് SNDP യോഗത്തിനെതിരെ നടത്തുന്ന ചില കേസുകൾ, റിസീവർ ഭരണവുമായി നടത്തുന്ന ഇന്ന് ഹൈക്കോടതി നടത്തുന്ന കേസുകൾ എല്ലാം പിൻവലിച്ചുകൊണ്ട് നമുക്കൊന്നായി നന്നാകാനുള്ള ശ്രമത്തിലേക്ക് മുന്നോറാൻ സാധിക്കട്ടെ എന്ന്, അതിനുള്ള ചിന്തകളും ഭാവനകളും ബുദ്ധിയും ഗുരുദേവൻ ആ ദുഷ്ടശക്തികൾക്ക് നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.